പ്രിയ വിദ്യാർത്ഥികളെ, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ ചാപ്റ്ററിൻ്റെ ആമുഖമായിട്ട് ഒരുപാട് തിയറീസ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് സിംഗിൾ എൻട്രി, എന്തൊക്കെയാണ് സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി തമ്മിലുള്ള വ്യത്യാസം എന്നിങ്ങനെയുള്ള എന്താണ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ റീസൺസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി, ഇത്തരത്തിലുള്ള ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ദെൻ സിംഗിൾ എൻട്രി സിസ്റ്റം അസൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. രണ്ട് മെത്തേഡാണുള്ളത്, നെറ്റ് വർത്ത് മെത്തേഡും കൺവേർഷൻ മെത്തേഡും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് വിശദമായിട്ട് നമ്മൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം. ആദ്യത്തെ മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. ഈ മെത്തേഡ് പ്രകാരം വി പ്രിപ്പയർ ടു സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. Under this method, profit or loss can be ascertained by computing the capital at the beginning and at the end of the financial period. For this purpose, we prepare two statements, that is statement of affairs and statement of profit or loss. Then first one, statement of affairs. It is a statement prepared by presenting the assets on the one side and the liabilities on the other side. In the case of the balance sheet, the difference between the two sides is known as owner's equity or ക്യാപിറ്റൽ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ ബാലൻസ് ഷീറ്റ്, നമ്മുടെ ബാലൻസ് ഷീറ്റ് പോലെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഒരു സൈഡ് അസറ്റും ഒരു സൈഡ് ലാബിലിറ്റിയുമാണ് നമ്മൾ അതിൽ എഴുതുക. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഫോർ ദ പേർപ്പസ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ. The difference amount is called capital, means one side asset and other side liabilities, all amount that must be placed, then the amount of difference is arises, that amount is called capital or owner's equity. The next one, statement of profit or loss. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ് എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഫിഗറാണ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ഇത് പ്രോഫിറ്റും, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഇത് ലോസുമായിരിക്കും എന്നൊക്കെ നമ്മൾ വിശദമായ രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരത്തിൽ ക്യാപിറ്റൽ ബിഗിനിങ്ങും എൻഡും അതുപോലെ തന്നെ ഡ്രോയിങ്സും അതുപോലെ തന്നെ നമ്മുടെ അഡീഷണൽ ക്യാപിറ്റലും തന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഫോർമാറ്റ് യൂസ് ചെയ്യുക. ഇൻ അഡീഷൻ ടു ദിസ് ഇൻഫോർമേഷൻ സെവറൽ എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ആർ ദെയർ. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ചില എക്സ്പെൻസുകളും ഇൻകംസും തന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു രീതിയിലാണ് ഈ കാര്യങ്ങൾ പ്രോഫിറ്റ് ഓർ ലോസോ കണ്ടുപിടിക്കുന്നത്. അതും സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെക്ഷനാണ് ആദ്യത്തെ ഒരു ഭാഗം. നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം എഴുതും, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുകയും അഡ്ജസ്റ്റഡ് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറാണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ കിട്ടുന്ന ഫിഗറാണ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ചിലപ്പോൾ നമ്മൾക്ക് കുറേ എക്സ്പെൻസും അല്ലെങ്കിൽ ഇൻകംസും തന്നു കഴിഞ്ഞാൽ അത് നമ്മളിവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തേണ്ടി വരും. അപ്പോൾ എല്ലാ എക്സ്പെൻസും നമ്മൾ ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസിൽ നിന്ന് ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ഇൻകംസും നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഫിഗറാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്ന ഫിഗർ. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സെക്ഷൻ, ആദ്യത്തെ സെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൻ്റെ കൂടെ എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ലെസ് ചെയ്യുക. നമ്മൾക്കറിയാം പ്രോഫിറ്റിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുന്ന ഐറ്റമാണ് എക്സ്പെൻസ്, അതുകൊണ്ടാണ് നമ്മളത് ലെസ് ചെയ്യുന്നത്. അതിൽ നിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും, നമ്മുടെ ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ ആണ്, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യുക, ഫൈനൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്
ക്രെഡിറ്റ് സൈഡിൽ കറസ്പോണ്ടിങ് ആയ എന്തെങ്കിലും ഇൻകം ഉണ്ടായാൽ അവിടെ അതിൽ നിന്ന് ഇൻകം റിസീവ്ഡിൻ്റെ അഡ്വാൻസ് ഉണ്ടായി നമ്മൾ ലെസ് ചെയ്തിട്ടാണ് കാണിക്കുക. പക്ഷേ കറസ്പോണ്ടിങ് ആയ ഒരു ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ ആ എമൗണ്ട് ഡയറക്റ്റ് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇൻകം റിസീവ്ഡിൻ്റെ അഡ്വാൻസ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ അതുണ്ടായാലും കാണിക്കാം. ഇത് മൊത്തം കൂട്ടിയിട്ട് ഇവിടെ എഴുതാം. എന്നിട്ട് ഈ ഫിഗറിൽ നിന്ന് അത് കുറച്ചിട്ട് ലെറ്റ് ഫിഗർ ഇവിടെ എഴുതാം. അതിൻ്റെ കൂടെ ആഡ് ഇൻകം, അപ്രീസിയേഷൻ ഓഫ് അസറ്റിൻ്റെ വാല്യൂയിൽ വർധനവുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എഴുതാം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, എന്തെങ്കിലും ഇൻകം ഡ്യൂ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് എഴുതാം. പ്രീപെയ്ഡ് എക്സ്പെൻസ്, നമ്മൾ മുൻകൂട്ടി കൊടുത്ത എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതും അങ്ങനെ തന്നെയാണ്. മുൻകൂട്ടി കൊടുത്ത എക്സ്പെൻസ് നമ്മൾ സാധാരണ രീതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആ എക്സ്പെൻസിൽ നിന്ന് കുറച്ചിട്ടാണ് കാണിക്കുക. പക്ഷേ ഇവിടെ നമ്മൾക്ക് എന്താ ചെയ്യുക, ആ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇവിടെ തന്നെ നമ്മൾ ഇൻകം ആയിട്ടാണ് കാണിക്കുക. ചിലപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട് വരക്കുമ്പോൾ ചില എക്സ്പെൻസ്, ഇപ്പോൾ റെൻറ്റ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞിട്ട് തന്നു, പക്ഷേ റെൻറ്റ് നമ്മുടെ സാധാരണ റെൻറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റെൻറ്റ് എവിടെയാണ് കാണിക്കുക, ഇൻകം ആയിട്ടാണ് കാണിക്കുക. അതുകൊണ്ട് നമ്മളിവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് കാണിക്കും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ടോട്ടൽ ഇവിടെ ഇടും. എന്നിട്ട് ഈ ഫിഗർ ലെസ് ചെയ്താൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ഫിഗറാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ്. ഫോർ ദ പേർപ്പസ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ ഓഫ് ദ ഓർഗനൈസേഷൻസ് ഓർ ഓണേഴ്സ് ഇക്വിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. പക്ഷേ ഈ പറയുന്ന സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഒരിക്കലും എന്ത് പ്രിപ്പയർ ചെയ്യുന്നില്ല, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. കാരണം എന്താണ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ ഇൻഫോർമേഷനൊന്നും സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഇല്ല. കാരണം അത് അൺസയൻറ്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് ആണ്. അവിടെ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാവണമെന്നില്ല, എല്ലാ പറയുന്ന സബ്സിഡറി ബുക്സ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ്. ജസ്റ്റ് ലൈക്ക് എ ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ് നമ്മൾക്ക് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് 2-3 സ്റ്റേറ്റ്മെന്റ് വരക്കേണ്ടി വരും. കാരണം നമ്മൾക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ചിലപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവില്ല, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരക്കേണ്ടി വരും. ചിലപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവില്ല, അപ്പോൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരക്കേണ്ടി വരും. 2 വർഷത്തെ ഡാറ്റകൾ തന്നാൽ നമുക്ക് അങ്ങനെ കാണേണ്ടി വരും. അതുപോലെ തന്നെ അവസാനം നമുക്കൊരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി വരക്കേണ്ടി വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് 3 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഒക്കെ വരക്കേണ്ടി വരും. പക്ഷേ ബാലൻസ് ഷീറ്റ് ഈ പറയുന്ന ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഒരു ബാലൻസ് ഷീറ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് സിംഗിൾ എൻട്രി ആണ്. അതുപോലെ തന്നെ ഡബിൾ എൻട്രിയിലാണ് ബാലൻസ് ഷീറ്റ് വരുന്നത്. നമുക്കിതിൻ്റെ വിശദമായ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. ഇൻ ദ കേസ് ഓഫ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർസ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കുറേ കാലമായി അക്കൗണ്ടിങ് പഠിക്കുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? each and every business transaction have a two sides, that is receiving aspects and giving aspect. The giving aspects of the transaction is called debit and receiving aspect of the transaction is called debit and giving aspect of the transaction is called credit. These two aspects must be recorded. This is called double entry system. ഒരു ട്രാൻസാക്ഷൻ്റെ 2 വശങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷനിൽ മാത്രമേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യണമെങ്കിൽ അവിടെ നല്ല സിസ്റ്റമാറ്റിക് നോളജ് വേണം, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് വേണം, അതുപോലെ തന്നെ ട്രെയിൻഡ് പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ സിംഗിൾ എൻട്രി ഫോളോ ചെയ്യുന്നവിടെ ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. Then രണ്ടാമത്തെ ഡിഫറൻസ്, the values, assets and liabilities shown in the statements are taken partly from actual records and partly from estimates. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ലാക്ക് ഓഫ് നോളജ് ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ ഉണ്ടാവും അവിടെ. എല്ലാ തരത്തിലുള്ള അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസുകളും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ആക്ച്വൽ റെക്കോർഡിൻ്റെ പ്രകാരമായിരിക്കും. ചിലതൊക്കെ നമ്മളുടെ ചില കണക്ക് കൂട്ടലുകളാണ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ്സ് ആണ് എന്ന് പറയാൻ പറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. പക്ഷേ ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. ദ വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റി ഷോൺ ഇൻ ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ ടേക്കൺ ഫ്രം ആക്ച്വൽ റെക്കോർഡ്സ് ഓൺലി. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കണക്കൂട്ടലുകളുള്ള എമൗണ്ടുകൾ എഴുതാറില്ല. അതല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഓരോ പ്രോസസ്സായിട്ടാണ്. ആദ്യം ജേർണൽ, പിന്നെ ലെഡ്ജർ,
ഈ പറയുന്ന രീതിയിൽ. അപ്പോൾ ലെഡ്ജർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ട്രെയിൽ ബാലൻസിലേക്ക് കൊണ്ടുപോകും, ട്രെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് വരൂ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം. അപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ എല്ലാം കറക്റ്റായ പ്രോപ്പർ അക്കൗണ്ടിൽ നിന്നാണ് അല്ലെങ്കിൽ പ്രോപ്പർ റെക്കോർഡിൽ നിന്നാണ് ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ കടന്നു വരുന്നത്. പക്ഷേ സിംഗിൾ എൻട്രിയിൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആക്ച്വൽ റെക്കോർഡിൽ നിന്ന് വരും, അതല്ലെങ്കിൽ ചിലപ്പോൾ എസ്റ്റിമേറ്റുകളൊക്കെ ആയിട്ടാണ് വരിക. ദെൻ തേർഡ് വൺ, ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് ഷോൺ ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റിലയബിൾ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രൂവ് ചെയ്യുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ അത് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷനുകളും ഇല്ല. അവിടെ ലഭ്യമായ ഇൻഫോർമേഷൻ ഉപയോഗിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോഴും അത് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ബാലൻസ് ഷീറ്റ്, ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഷോൺ ബൈ ദ ബാലൻസ് ഷീറ്റ് ഈസ് എ റിലയബിൾ വൺ ബിക്കോസ് ഇറ്റ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റമാറ്റിക് പ്രോസസ് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്. അതുകൊണ്ട് തന്നെ നമുക്കത് ബാലൻസ് ഷീറ്റ് റിലയബിൾ ആണ് എന്ന് പറയാം. ബാലൻസ് ഷീറ്റിൽ പ്രൂവ് ചെയ്യുന്ന ഈ പറയുന്ന ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾക്ക് റിലയബിൾ ആണെന്ന് പറയുവാനും സാധിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ നമ്മൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും. ക്യാപിറ്റൽ കണ്ടുപിടിച്ച് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ ആൻഡ് ഓൾസോ profit or loss of the organization. But in the case of a balance sheet, it is prepared only for the position ascertainment, that is financial condition or financial position. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവിടെ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ പറ്റില്ല ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ. അതിന് നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദാറ്റ് അക്കൗണ്ട് ഈസ് കോൾഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സിംഗിൾ എൻട്രി, only two statements are prepared, that is statement of profit or loss and statement of affairs. Statement of affairs is prepared for the purpose of find out the capital balance, and statement of profit or loss are prepared to find out the profit. Okay. Then fifth one, it is prepared by the small concern which is have a very few transaction. സാധാരണ രീതിയിൽ സിംഗിൾ എൻട്രി ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ചെയ്യുന്നത് ഈ പറയുന്ന സ്മോൾ ഓർഗനൈസേഷൻ ആണ്. കാരണം അവിടെ കുറച്ച് തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ബിഗ് കൺസേൺ വിച്ച് ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബിഗ് ഓർഗനൈസേഷനാണ് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയുവാൻ പറ്റും. ദെൻ ആറാമത്തത്, ദ ട്രയൽ ബാലൻസ് ഈസ് നോട്ട് പ്രിപ്പയർഡ് ബിഫോർ ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നില്ല, അത് നിർബന്ധമല്ല. പക്ഷേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ തിയറി ഭാഗങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആക്ച്വലായിട്ടുള്ള ഒരു പ്രോബ്ലംസിലേക്ക് നമ്മൾക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അതല്ലെങ്കിൽ നമ്മൾക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എ ട്രേഡർ ഹാസ് നോട്ട് കെപ്റ്റ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബട്ട് ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് യു ഹാവ് ടു റിക്വയർഡ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദ ഇയർ എൻഡഡ് 31st December 2020 ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹിസ് അഫയേഴ്സ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. നമ്മൾക്ക് ഒരു ട്രേഡറുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷനും ഇല്ല, താഴെ തന്ന ലഭ്യമായ ഇൻഫോർമേഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിച്ച് കൊടുക്കാൻ ഡ്യൂറിംഗ് ദ ഇയർ 31st December 2020 കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ 2 വർഷത്തെ ഡാറ്റകൾ തന്നിട്ടുണ്ട് അവിടെ, 31/12/2019, 31/12/2020. ഈ 2 വർഷത്തെ ഡാറ്റകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ 2 വർഷത്തെ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ്, അതായത് 2020 പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കൊടുക്കാനാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് നേരത്തെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമ്മൾക്ക് ഐറ്റംസ്. ഇവിടെ 2019, ഇവിടെ 2020, 31/12/2019, ഇവിടെ 31/12/2020. നോക്കാം നമുക്ക് അതിൻ്റെ ബാലൻസ് ഒക്കെ. ക്യാഷ് ഇൻ ഹാൻഡ് ഇവിടെ 700, ഇവിടെ 850 രൂപയുമാണ്. ക്യാഷ് അറ്റ് ബാങ്ക് 2500, 3000 രൂപയും. സ്റ്റോക്കിംഗ് ട്രേഡ് 2500, അതുപോലെ തന്നെ 25,000, അതുപോലെ തന്നെ 30,000. സൺട്രി ഡെപ്റ്റേഴ്സ് 30,000, 40,000. സൺട്രി ക്രെഡിറ്റേഴ്സ് 15,000, 12,000. പ്ലാന്റ് ആൻഡ് മെഷീനറി 80,000, 1,00,000. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് 30,000, അതുപോലെ തന്നെ 25,000. ഇങ്ങനെ 2 വർഷത്തെ ഡാറ്റകളാണ് ഈ ട്രേഡർ ഇത് തന്നിട്ടുള്ളത്.
ഡ്യൂറിംഗ് ദ ഇയർ ട്രേഡർ ഹാസ് വിഡ്രോൺ 20,000 പെർ മന്ത് ടു മീറ്റ് ഇറ്റ്സ് ഫാമിലി ഒബ്ലിഗേഷൻ. ഡ്യൂറിംഗ് ദ ഇയർ, അതായത് നമ്മൾക്ക് കാണേണ്ട ഇയർ എന്ന് പറഞ്ഞാൽ ഡിസംബർ 2020 നമ്മൾ ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത്. അവിടെ പറയുന്നു അദ്ദേഹം ഓരോ മാസവും 2,000 രൂപ അദ്ദേഹം എന്ത് വിഡ്രോ ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഡ്രോയിങ്സ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഡ്രോയിങ്സ് ആയിട്ട് വരും. ഓക്കെ, 2,000 രൂപ ഓരോ മാസവും. അപ്പോൾ ഒരു കൊല്ലത്തിൽ 12 മാസമാണുള്ളത്. അപ്പോൾ നമ്മൾ 2,000 × 12 24,000 രൂപ നമ്മൾക്ക് 10 2 20,000 പിന്നെ 2,000 4,000 അങ്ങനെ 24,000 രൂപ. ഓക്കെ, കറക്റ്റാണ്. 24,000 രൂപയാണ് അദ്ദേഹം ഒരു വർഷത്തിൽ ഡ്രോയിങ്സ് വിഡ്രോ ചെയ്യുന്നത്. ഒരു മാസത്തിൽ 2,000 ആണ്. ഡിപ്രീഷിയേറ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി അറ്റ് 10% ഓൺ ആവറേജ് ബേസിസ് ആൻഡ് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഓൺ 5% ഓൺ ആവറേജ് ബേസിസ്. ഇവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു സംശയം വരാം. 10% പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ ഡിപ്രീസിയേഷൻ. അതുപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെ 5% അത് ആവറേജ് ബേസിസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക? ആവറേജ് ബേസിസ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ എമൗണ്ടും കൂട്ടിയിട്ട് അതിൻ്റെ 10% കണ്ടിട്ട് അതിനെ ആവറേജ് ആക്കുക. ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ആൻഡ് മിഷനറി ജസ്റ്റ് ഒന്ന് നോക്കാം. പ്ലാന്റ് ആൻഡ് മിഷനറി ഇവിടെ 80,000 ഇവിടെ 1,00,000. അപ്പോൾ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 1,80,000. അതിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 1,80,000ത്തിൻ്റെ 10% എത്രയാണ്? 1,80,000ത്തിൻ്റെ 10% 18,000 രൂപയാണ്. 18,000ത്തിൻ്റെ ആവറേജ് ഡിവൈഡഡ് ബൈ ആവറേജ് ആണെന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്രയാണ്? 9,000. അപ്പോൾ 9,000 രൂപയാണ് പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ ഡിപ്രീസിയേഷൻ. എങ്ങനെയാണ് കണ്ടത്? 2 വർഷത്തെ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുകയും അതിൻ്റെ ഡിപ്രീസിയേഷൻ കാണുകയും അതിനെ ആവറേജ് ആക്കുകയും പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സിൻ്റെ 30,000 25,000 55,000 55,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 55ൻ്റെ 5% എന്ന് പറയുമ്പോൾ 5,500 2,750 2,750നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് 1,375 കിട്ടുന്നത്. ആ രീതിയിലാണ് നമ്മൾക്ക് ഇത് ചെയ്യുവാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഈ ഡിപ്രീസിയേഷൻ കാണേണ്ടത്. അതുപോലെ തന്നെ ആസ് റിഗാർഡ്സ് ഡെപ്റ്റേഴ്സ് ഈസ് അസർട്ടൈൻഡ് ദാറ്റ് thousands ആർ ഇർറിക്കവറബിൾ ആൻഡ് പ്രൊവിഷൻസ് ഈസ് 2% ടു ബി ക്രിയേറ്റഡ് ഓൺ സൺഡ്രി ഡെപ്റ്റേഴ്സ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് ഇവിടെ 1,000 രൂപ, ബാഡ് ഡെപ്റ്റ് ഇവിടെ 1,000 രൂപയുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ 2% നമ്മളുടെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റും ഉണ്ട്. അതെങ്ങനെയാണ് പ്രൊവിഷൻ കാണുക? നമ്മൾ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കാണുക. 40,000 ആണെന്ന് തോന്നുന്നു ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ. ഈ വാല്യൂ ആണ് നോക്കുക. 2020 വാല്യൂ ആണ് നോക്കുക. 40,000ത്തിൻ്റെ ഈ പറയുന്ന 1,000 രൂപ അതിൽ പോയി, ബാക്കി 39,000 രൂപ. അതിൻ്റെ 2% നമ്മൾ കാണേണ്ടത്. 39,000 രൂപയുടെ 2% കാണേണ്ടത്. ആ 2% നമ്മൾക്ക് എന്ത് വരുന്നത്? ഈ പറയുന്ന രീതിയിൽ പ്രൊവിഷൻ കാണേണ്ടത്. 32,000 എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 40,000 39,000. അപ്പോൾ 39,000ത്തിൻ്റെ 2% രൂപ നമ്മൾക്ക് ഈ തരത്തിൽ നമ്മൾ എന്ത് കാണണം? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് നമ്മൾക്ക് കാണണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് നമുക്ക് 2% കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ 2% നമ്മൾക്ക് 750 രൂപയായിട്ടാണ് വരിക. അതൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെയാണ് കാണാൻ പറയുന്നത്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സിംഗിൾ എൻട്രി സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിവിടെ ഈ 2 വർഷത്തെ ഡാറ്റ തന്നത് എന്തിനായിരിക്കും? ഇവിടെ നമ്മൾക്ക് ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 2 വർഷത്തെ ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല. ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാണാം? നമുക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കാം. ഏത് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട്? 2019 ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഡിഫറൻസ് എമൗണ്ട് കിട്ടും. അതിന് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അതുപോലെ തന്നെ 31/12/2020 ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഒരു ഡിഫറൻസ് എമൗണ്ട് കിട്ടും. അതിനെ നമ്മൾക്ക് എന്ത് പറയാം? ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പ്രോഫിറ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഡ്രോയിങ്സ് ഉണ്ട്, പിന്നെ അഡീഷണൽ ക്യാപിറ്റലിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എഴുതണ്ട. പിന്നെ ഇവിടെ കാണിക്കേണ്ട ചില ചില എക്സ്പെൻസുകൾ ഇവിടെയുണ്ട്. അത് നമുക്ക് അതിനനുസരിച്ച് ലെസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 വർഷത്തെ ഡാറ്റ തന്നത് എന്തിനാണ് നിങ്ങൾക്ക്? ഈ 2 വർഷത്തെ ഡാറ്റ തന്നത് ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ, ഇത് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ. ഓക്കെ, നമ്മൾക്കപ്പോൾ പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് 31/12/2019 ഇതാണ് ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വിളിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31/12/2019 ടു ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് ബ്രാക്കറ്റിൽ എഴുതുക.
എന്നിട്ട് നമ്മൾ അസറ്റൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യും, ലാബിലിറ്റി ഒക്കെ ഇവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കിട്ടും. ഇവിടെ ഡിപ്രീസിയേഷൻ്റെ ഇതൊന്നും കാണിക്കേണ്ടതില്ല കേട്ടോ. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ ഒന്നും കാണിക്കേണ്ട, ആ രീതിയിലൊന്നും കാണിക്കേണ്ടതില്ല. ആ നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ തന്ന ഈ എമൗണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, നോക്കാം നമ്മൾക്ക്. അപ്പോൾ ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് വന്നു. ഇവിടെ ആ ഒരു ബാലൻസ് ലാബിലിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ ക്യാഷ്, അതുപോലെ തന്നെ ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ. ഇതൊക്കെ ഏത് വർഷത്തെ വേണ്ടത്? 2019 ഫിഗറാണ് വേണ്ടത്. ഈ 2019 ഫിഗറാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എമൗണ്ട് കിട്ടി, 1,53,200. ഇതാണ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. അപ്പോൾ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കണം. 31/12/2020 ഡേറ്റ് കൊടുക്കുക, ടു ഫൈൻഡ് ഔട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ. എന്നിട്ട് ആ വർഷത്തെ എല്ലാ അസറ്റും എഴുതുക, അതുപോലെ തന്നെ ലാബിലിറ്റിയും എഴുതുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അസറ്റ്. അത് നിങ്ങളെ ക്വസ്റ്റ്യനിലുണ്ട്. ഇവിടെ ഡിപ്രീസിയേഷൻ ഒന്നും കുറച്ച് കാണിക്കേണ്ട, ബാഡ് ഡെപ്റ്റ് ഒന്നും ഇപ്പോൾ ഇവിടെ കാണിക്കേണ്ട. അത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ മതി. ഇത് നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഈ ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ പ്രൊവിഷനും ഇതൊന്നും നമുക്കിവിടെ കാണിക്കേണ്ടതില്ല. അത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് 1,86,500 രൂപ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ ബാലൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്കറിയാം ഇതൊക്കെ ചെയ്യുന്നത്. 1,86,850 രൂപ ബാലൻസ് കിട്ടും. അത് ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31/12/2020. നമ്മളിവിടുത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്? നമ്മൾക്കറിയാം. ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതും, അതിൻ്റെ കൂടെ നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യും, അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യും. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല, അതുകൊണ്ട് നമുക്ക് ലെസ് ചെയ്യാനില്ല. അതിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യും? ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മളിവിടെ എഴുതി 1,86,000. ഡ്രോയിങ്സ് 2,000 രൂപ ഒരു മാസം. അപ്പോൾ ഒരു കൊല്ലത്ത് 12 മാസം, 12 24,000 രൂപ. ഇത് രണ്ടും ആഡ് ചെയ്ത് 2,10,850 രൂപ കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യും. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,53,200 രൂപ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 57,650 രൂപ നമ്മൾക്ക് ഗ്രോസ് പ്രോഫിറ്റായിട്ട് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റായിട്ടാണ് അത് കിട്ടുക. ആ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾക്ക് കുറച്ച് എക്സ്പെൻസ് ഉണ്ട്, അത് നോക്കാം. ലെസ് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഈ എമൗണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2 വർഷത്തെയും കൂട്ടുക, അതിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി 9,000 കിട്ടി. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 1,375 രൂപ കിട്ടി. പിന്നെ ബാഡ് ഡെപ്റ്റ് നേരത്തെ പറഞ്ഞു, അവിടെ 1,000 രൂപയുണ്ട്. പിന്നെ നമ്മുടെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 40,000 നിന്ന് 1,000 പോയി 39,000-ൻ്റെ 2% 750, അതിവിടെ കിട്ടി. ഇതെല്ലാം കൂട്ടിയിട്ട് ഇവിടെ ഇട്ടു. അത് ഈ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന ഫിഗറാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 45,495 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് എ എന്ന് പറയുന്ന ട്രേഡറുടെ 2020. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കിങ്ങനെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ഇതൊക്കെ സിമ്പിളാണ് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവരുടെ ഈ എ എന്ന് പറയുന്ന ട്രേഡറുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അതിലാണ് ഈ പറഞ്ഞ ഡിപ്രീസിയേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ചു കഴിഞ്ഞു. 31/12/2020 നമ്മളിവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇതൊക്കെ 2020 ഇൻഫോർമേഷനാണ്. അതൊക്കെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പിന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സ് എഴുതി 40,000 രൂപ. അതിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താനുണ്ട്. നമ്മൾക്ക് ഈ വർഷം എന്തുണ്ട്? ബാഡ് ഡെപ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് കുറച്ചു. 40,000-ന് 1,000 രൂപ പോയി, 39,000 രൂപ ബാഡ് ഡെപ്റ്റ്, 39,000 രൂപയാണ് സൺഡ്രി ഡെപ്റ്റേഴ്സ്. അതിൻ്റെ 2% എന്തുമായിട്ട് പോകുന്നുണ്ട്? ലെസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ട് 750. അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 38,220 ഈ സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി കാണിച്ചു ഇന്നർ കോളത്തിൽ. അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അത് ലെസ് ചെയ്തു. അപ്പോൾ ആ ബാക്കിയുള്ള എമൗണ്ട് ഇവിടെ എഴുതി. പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 25,000, അതിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു. ബാക്കി 23,625 എഴുതി. അങ്ങനെ നമ്മൾ നമ്മുടെ ലാബിലിറ്റി സൈഡിലേക്ക് പോകുന്നു. സൺഡ്രി ക്രെഡിറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12,000. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫിഗേഴ്സിലുണ്ട്. ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ പറഞ്ഞില്ലേ, അവിടെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. ആ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾക്കറിയുന്ന പോലെ തന്നെ ആഡ് നെറ്റ് പ്രോഫിറ്റ്, അതിൻ്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 45,495 രൂപ അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇന്നർ കോളത്തിൽ എഴുതി. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഡ്രോയിങ്സ് നമ്മൾ ലെസ് ചെയ്യും. ഡ്രോയിങ്സ് ലെസ് ചെയ്തു.
ഇവിടെ ഡ്രോയിങ്സ് ലിസ്റ്റ് ചെയ്തു. ബാക്കി കിട്ടുന്നതാണ് നമ്മുടെ ഇവിടെ കാണിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,74,695 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ ഇവിടെ കാണിക്കും. അത് കാണിച്ചതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആവുകയും ചെയ്യും. ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരക്കണം. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസും ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് ആദ്യം വരക്കുന്നത്. കാരണം നമ്മൾക്ക് ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും 2 വർഷത്തെയും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം തന്നെ വരച്ചു. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് വരച്ചു. അതിൽ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ അഡീഷണൽ ആയിട്ട് ഇൻഫോർമേഷനിൽ തന്ന എക്സ്പെൻസ് ഒക്കെ ലെസ് ചെയ്ത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈ പറയുന്ന രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇതാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഈ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. ഇത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളാണ് ഈ ഒരു ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നടക്കുമ്പോൾ തന്നെ അതിന് താഴെ പോസ്റ്റ് ചെയ്യുക. അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ 2ാമത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തുടർച്ചയായി 3ാമത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.